മാർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്ത് സഭയിലെ മുതിർന്ന അംഗവും അമ്മ മാസികയുടെ മുൻ എഡിറ്ററും 18ഓളം പുസ്തകങ്ങളുടെ രചയിതാവും കവിതയിലും സാഹിത്യത്തിലും തനതായ വ്യക്തിമുദ്ര പതിച്ചതുമായ ഈ അമ്മയെ നമുക്കിന്ന് പരിചയപ്പെടാം. സിസ്റ്റർ ജമ്മ CSN. മലയാള സാഹിത്യത്തിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് കേരളക്കരയിൽ സിസ്റ്റർ മേരി ബെനിഞ്ഞാമയ്ക്ക് ശേഷം 50ഓളം കവിതകളും നിരവധി ഗ്രന്ഥങ്ങളും രചിച്ച് ക്രൈസ്തവ സാഹിത്യ സമിതി അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ സന്യാസിനി സിസ്റ്റർ ജമ്മ CSN. സന്യാസിനി സഭയിൽ ചേർന്ന അമ്മ മാസികയിലൂടെ സാഹിത്യരംഗത്ത് വളർന്ന 83ാമത്തെ വയസ്സിലും നിരവധി സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സിസ്റ്റർ ജമ്മയുടെ ജീവിതാനുഭവങ്ങൾ സന്യാസ ദൈവവിളിക്ക് മാത്രമല്ല സാഹിത്യലോകത്തിനും പ്രചോദനമാകുമെന്നതിൽ സംശയമില്ല. സിസ്റ്റർ ജമ്മയുടെ 50 കവിതകളിൽ നിന്നും തിരഞ്ഞെടുത്ത ഏതാനും വരികൾ തന്നെ ഈ സന്യാസ ജീവിതത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. സർവതും തരംഗമായി ചുഴ്ന്നെന്നെ വഹിക്കുന്നു, സർവതായി ഒഴുകുമീ അനന്തവാഹിനിയിൽ. പുൽക്കൊടിത്തുമ്പത്തെഴും കാവ്യവും വിശ്വത്തിന്റെ ഉൾക്കടരാഗങ്ങളും ഒപ്പി നാം എടുത്തേക്കാം. ശൂന്യതയ്ക്കുള്ളിൽ തേങ്ങി ഇന്നലെ പ്രഭാതത്തിൽ വന്നു ഞാൻ കൈയും കൂപ്പി നിമിഷം ജീവിക്കുവാൻ. ശൂന്യതയ്ക്കുള്ളിൽ തന്നെ അമരും സായാഹ്നത്തിൽ ഒന്നു ഞാൻ പാടിക്കോട്ടെ പ്രപഞ്ചത്തിന്റെ ഗാനം. മന്ദഗതി വിലങ്ങുവയ്ക്കാത്തയൻ കർമാഭിലാഷങ്ങളെ ദൂരേക്കു പറത്തും ഞാൻ. മൗനത്തിനാഴങ്ങളിൽ ഊളിയിട്ടിറങ്ങുമ്പോൾ മന്ത്രിക്കും ഒരു ദൈവദൂതന്റെ സ്വരം. ശാന്തിതൻ മന്ത്രം പാടി ഉണരാം കാലത്തിൻ്റെ ഹൃത്തിലേക്കൊരു തുള്ളി കനിവായി പതിക്കണം. ഭീരുത്വം സത്യത്തിന്റെ വായ് മൂടാതിരിക്കണം. നേരിനായി വേണ്ടി വന്നാൽ കുരിശിൽ മരിക്കണം. കൈതവം കലരാത്ത തുറന്ന മനസ്സിനെ
പുഞ്ചിരി നൽകാനാവൂ. പൂവണിപ്പാതകളിൽ നടന്നിട്ടില്ല എൻ്റെ നാവിലെ സ്തുതിഗീതം. മുൾമുനയേൽക്കുമ്പോഴും പാടുന്നു ഹൃദയത്തിൽ മാധുര്യം നിറയുന്നു. ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അമ്മയുടെ കുടുംബത്തെക്കുറിച്ചും കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയാമോ? എടമനകളത്തി കുടുംബത്തിൻ്റെ ഒരു ശാഖയാണ് ഇപ്പോൾ അറിയപ്പെടുന്ന പുൽപ്പറമ്പിൽ കുടുംബം. ഞാൻ ആ കുടുംബത്തിൻ്റെ പേരിലാണ് ജനിച്ചത്. എൻ്റെ കുടുംബം തലമുറകളായി ദൈവവിളി സമൃദ്ധമായ കുടുംബമാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അഞ്ചൻ ശൗര്യാരശൻ എന്ന് പറഞ്ഞിരുന്നു, ഫാദർ സേവിയർ CMI പുൽപ്പറമ്പിൽ. അദ്ദേഹം ഹൈറേഞ്ചിലെ ആനക്കാട്ടിൽ കൂടിയൊക്കെ നടന്ന് അവിടെ 11 പള്ളികൾ തുടങ്ങുകയും 1-2 സ്കൂളുകൾ തുടങ്ങുകയും അങ്ങനെ അവിടെയുള്ള ആളുകൾക്ക് കത്തോലിക്ക വിശ്വാസവും കൂദാശകളും കൊടുക്കുന്നതിന് വേണ്ടി ഏറെ നടന്നും പട്ടിണി കിടന്നും കിടപ്പാടുമില്ലാതെയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പീഡികത്തണ്ണയിലും മറ്റും വീഞ്ഞപ്പെട്ടിയുടെ പുറത്ത് ആൾത്താരി ഒരുക്കി കുർബാനയിൽ കൊടുത്തിട്ടുണ്ട്. താലി വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത കുടുംബങ്ങൾക്ക് അലൂമിനിയം മെഡൽ വെഞ്ചരിച്ച് കൊടുത്ത് കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട്. പരസ്യം വിളിച്ചു പറയാനുള്ള പള്ളിയില്ലാത്ത സ്ഥലങ്ങളിൽ മരത്തിന്മേൽ ഈ വിവാഹം ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും പേരെഴുതി പള്ളികളിൽ വിളിച്ചു പറയുന്ന മരത്തിന്മേൽ എഴുതി പറ്റിച്ച് അങ്ങനെയും വിവാഹം നടത്തി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് 11 പുസ്തകങ്ങളും നമ്മുടെ കുടുംബ ജീവിതക്കാർ, പൊതുജന ധ്യാനങ്ങൾ, നമ്മുടെ ബാലിക ബാലന്മാർ, കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണം, ഇങ്ങനെ കുടുംബത്തിന് സംബന്ധിക്കുന്ന 11 കുടുംബ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പെങ്ങൾ CMI കർമ്മേത്ത സഭയിൽ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അത് ന്യൂഷിറ്റി കാലത്ത് തന്നെ മരിച്ചു പോയതായിട്ടാണ് എൻ്റെ അറിവ്. പിന്നെ ഈ വല്യപ്പൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ചേട്ടൻ്റെ മക്കൾ, ചേട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ അമ്മ വഴിക്കുള്ള ഗ്രാൻഡ് ഫാദറിൻ്റെ പെങ്ങളെയാണ്. അപ്പം വഴിക്ക് ഗ്രാൻഡ് ഫാദറിൻ്റെ ചേട്ടൻ. അങ്ങനെ 2 വഴിക്കും എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ഫസ്റ്റ് കസിനാണ് മാർഷൽ അച്ഛനും മർക്കോസ് അച്ഛനും. ഈ മാർഷൽ അച്ഛൻ തേവര കോളേജിൽ സാൻസ്ക്രിറ്റ് പ്രൊഫസറായിരുന്നു. അത് കഴിഞ്ഞ് പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്തു. അദ്ദേഹം ഹോളി ലാൻഡിലും ഈ ഗൾഫിലങ്ങാടൊക്കെ പോയി അവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അറബി ഭാഷയിൽ പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ. പിന്നെ എൻ്റെ അമ്മ വഴിക്ക് മാതയ്ക്കൽ ഞാൻ കുട്ടി അടുത്ത് ചേർന്ന ഉടനെ ഒരു വെല്ലിച്ചിനെ കണ്ടതായിട്ട് ഓർക്കുന്നു, ഒരു മത്തായി അച്ഛൻ CMIയിൽ. അദ്ദേഹം മരിച്ചുപോയി. പിന്നെ എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മകനാണ് ജോൺ അച്ഛൻ. ഇതൊക്കെ സംഭാവന ചെയ്തേക്കാണ് ജോൺ മാതയ്ക്ക്. അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് ഇവിടെയുള്ള ഈ സ്ഥാപനങ്ങളും. അപ്പോൾ അച്ഛൻ 95 മരിച്ചു, ഈ സ്ഥാപിച്ച അച്ഛൻ. അപ്പോൾ അച്ഛൻ സ്വർഗത്തിലിരുന്നുകൊണ്ട് അച്ഛൻ്റെ സംരക്ഷണം നൽകുന്നുണ്ടെന്നാണ് ഞാനുള്ള വിശ്വാസം. ബഹുമാനപ്പെട്ട ജോൺ മാതേക്കലച്ചൻ്റെ പ്രചോദനവും നിർദ്ദേശങ്ങളുമാണ് സിസ്റ്റർ ജമ്മയെ CSN സന്യാസിനി സമൂഹത്തിലെത്തിച്ചത്. സാധുജന സേവനം ജീവിതവ്രതമായി കണ്ട ഈ വൈദികൻ തൻ്റെ സ്വത്തുക്കൾ മുഴുവൻ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി സംഭാവന ചെയ്യുകയായിരുന്നു. അച്ഛൻ്റെ സമർപ്പണം മാനസിക രോഗികൾക്കുള്ള അഭയസങ്കേതമായി. വിദ്യാഭ്യാസ രംഗത്ത് ശോഭിക്കുന്ന ശോഭന സ്കൂളിന്റെ തുടക്കക്കാരനും ഈ വന്യ വൈദികനാണ്. CSN സഭയുടെ മഠങ്ങളും സ്ഥാപനങ്ങളും വളർച്ചയുടെ പാതയിലെത്തിയതും ഈ വൈദികന്റെ നിരന്തരമായ അധ്വാനം കൊണ്ടും കൂടിയാണ്. സിസ്റ്റർ ജമ്മയുടെ കുടുംബാംഗം തന്നെയായ ഈ വൈദികന്റെ ശവകുടീരത്തിൽ നന്ദി പറയാനല്ലാതെ ഈ സഹോദരിക്ക് മറ്റെന്താണ് കഴിയുക? കാരണം ഇവർ ഇപ്രകാരമായിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രേരക ശക്തി അച്ഛൻ തന്നെയാണ്. അമ്മയുടെ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. എൻ്റെ മാതാപിതാക്കളെ
എൻ്റെ അപ്പൻ പുൽപ്പറമ്പിൽ എന്ന വീട്ടിലാണ് അറിയപ്പെടുന്നത്. അപ്പന് ബിസിനസ്സായിരുന്നു. ഞാൻ ഓർമ്മ വയ്ക്കുമ്പോൾ അച്ഛൻ സ്റ്റേഷനറി കടയായിരുന്നു. പിന്നെ എൻ്റെ ഒരു ചുറ്റപ്പനായിട്ട് പങ്കിരുന്ന സ്വർണ്ണ കച്ചവടമായിരുന്നു. അപ്പം എൻ്റെ അമ്മ നിത്യരോഗിയായിരുന്നുകൊണ്ട് ഈ സ്വർണ്ണ കച്ചവടം ആദ്യ നാളൊന്നും ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ മൂത്ത ആങ്ങള ജെസ്യൂട്ടിലാണ് ഇപ്പോൾ ഈശ്വസഭയിൽ 86 വയസ്സുണ്ട്. അപ്പോൾ അച്ഛനെ BA ഓണേഴ്സിന് തൃശ്ശിനാപ്പള്ളിയിൽ പഠിച്ചു. തൃശ്ശിനാപ്പള്ളിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പഠനം പൂർത്തിയാക്കി കല്യാണം കഴിപ്പിച്ച് കടയിൽ നിർത്തണമെന്നായിരുന്നു എൻ്റെ അപ്പൻ്റെ പ്ലാൻ. അപ്പം അങ്ങനെ അച്ഛൻ അതിന് സമ്മതില്ല. അച്ഛൻ സെപ്പി അച്ഛൻ എൻ്റെ ബ്രദർ അതിന് സമ്മതിച്ചില്ല. ഞാൻ ഈശ്വസഭ ചേരുകയാണ്. അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചു തുടങ്ങി. അപ്പോൾ എൻ്റെ അമ്മ മരിച്ചു 47. അപ്പോൾ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് അച്ഛനെ അതിനെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ ഞാനീ പറഞ്ഞ ശബരിയാരച്ഛൻ രണ്ടാമത് കല്യാണം കഴിക്കാനുള്ള ആളെ അച്ഛനെ പരിചയം ഉണ്ടായിരുന്നു. ഈ ധ്യാനിപ്പിക്കാൻ പോകുന്നുണ്ടൊക്കെ പരിചയം ഉണ്ടായിരുന്നു. ഭരണങ്ങാനത്ത് മറ്റം കുടുംബത്തിൽ രണ്ടാനമ്മ. അപ്പോൾ ഞങ്ങൾ അമ്മ എത്ര വയസ്സിൽ അമ്മ എനിക്ക് 15 വയസ്സ് കഷ്ടിയായിട്ടുള്ളൂ എൻ്റെ അമ്മ മരിക്കുമ്പോൾ. അമ്മയ്ക്ക് 38ാമത്തെ വയസ്സിലാണ് അമ്മ മരിച്ചത്. അമ്മയ്ക്ക് കവിത എഴുതാനുള്ളതിനും പെയിൻറ് ചെയ്യാനും വരയ്ക്കാനും ഒക്കെ എല്ലാ വാസനയും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ 7 മക്കൾക്ക് ഈ എഴുതാനുള്ള വാസന കിട്ടിയിട്ടുണ്ട്. കവിത എഴുതാനും പടം വരയ്ക്കാനും ഒക്കെയുള്ള കലയിൽ വാസന കിട്ടിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു മകനുണ്ട്. അവനടുപ്പം തറവാട്ടിൽ ജീവിക്കുന്നത്. അവൻ MA വിദ്യാഭ്യാസം എല്ലാവർക്കും തന്നെയുണ്ട്. ഒരാൾക്ക് മാത്രമേ ഇപ്പം നാട്ടിലൂടെ റോഡ് സൈഡ് ജീവിക്കുന്ന ആ സഹോദരൻ മാത്രം പഠിക്കാൻ അധികം വിട്ടില്ല. അത് വീട്ടിലാളില്ലെന്ന് പറഞ്ഞ് അതുണ്ട്. അപ്പം മറ്റുള്ളവരെല്ലാവരും MA ഒക്കെ കഴിഞ്ഞവരൊക്കെയാണ് എല്ലാവരും. പിന്നെ എൻ്റെ അനിയത്തിയും സൈക്കാട്രി നഴ്സിംഗും പാസ്സായി. വേറെ ഡിഗ്രികളല്ല, സൈക്കാട്രി പഠിപ്പി അടിമാലിയിൽ ജോലി ചെയ്യുന്നു. 6 വർഷം ഞങ്ങളുടെ പ്രൊവിൻഷ്യലായിരുന്നു ഞങ്ങളുടെ സഭയിൽ. പിന്നെ അപ്പം അമ്മയുടെ കഴിവ് നിന്നാണ് എനിക്ക് 7 മക്കൾക്കും കിട്ടിയിരിക്കുന്നത്. അമ്മയുടെ കഴിവാണ് സാഹിത്യ രംഗത്തോട്ട് അമ്മയും വരാനായിട്ട് സാധിക്കും. അതെ, ഞങ്ങൾ 7 പേർക്കും കഴിവുണ്ട്. എല്ലാവർക്കും അത് വികസിപ്പിക്കാൻ പറ്റിയില്ല. അത്യാവശ്യം വന്ന വല്ലതൊക്കെ അവരും തോണ്ടി കുറിച്ചൊക്കെ വയ്ക്കും. ഇല്ലാണ്ട് അമ്മ 15ാമത്തെ വയസ്സിൽ അമ്മ മരിച്ചല്ലോ. അപ്പോൾ അമ്മയുടെ ഈ കഴിവുകൾ എങ്ങനെയെങ്കിലും അമ്മയ്ക്ക് അറിയാമോ? സിസ്റ്റർ അറിയാമോ? ഞാൻ മുമ്പ് അമ്മയ്ക്ക് അറിയായിരുന്നു. ഞാൻ ആദ്യമൊന്നും എഴുതിയിട്ടില്ല, എന്നാലും എഴുതാനുള്ള വാസന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനു മുമ്പ് പൈങ്കുളം അമ്മ മരിക്കണതിന് 2 കൊല്ലം മുമ്പ് പൈങ്കുളം സ്കൂളിലാണ് പഠിച്ചത്, സെൻറ്റ് റീത്താസ്. അവിടെ വെച്ചാണ് ആദ്യത്തെ കവിത ചെറിയ 4 വരി എഴുതിയുള്ളൂ എഴുതിയത്. അത് അന്നത്തെ ടീച്ചർ സന്തോഷമായിട്ട്, മലയാളം ടീച്ചർ, ഒരു പങ്കജാക്ഷിയമ്മ ടീച്ചർ സന്തോഷമായിട്ട് അത് വായിച്ചു നോക്കി സന്തോഷമായിട്ട് പറഞ്ഞു. കുട്ടികൾ പറഞ്ഞ് ടീച്ചറെ ഈ കുട്ടി കവിത എഴുതുന്നെന്ന് പറഞ്ഞ് എല്ലാവരും പ്രോത്സാഹനം സന്തോഷമൊക്കെ തന്നു. പിന്നെ അമ്മ മരിച്ച ആ കൊല്ലം എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. അന്ന് എന്നെ സ്കൂളിൽ ചേർക്കാനായിരുന്നു എൻ്റെ അപ്പം ആഗ്രഹിച്ചെങ്കിലും കല്ലുകാട്ട് ഹൈസ്കൂൾ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ പൈങ്കുളത്തെ സെക്കപ്പ് പാസ്സായിട്ട് വന്നിരിക്കുകയാണ് വീട്ടിൽ. അപ്പോഴാണ് അമ്മ ഇരിക്കുന്നത്. വീട്ടിലാരുമില്ല, ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു കൊല്ലം കരഞ്ഞും കണ്ണീരും ഒക്കെ ആയിട്ട് കഴിച്ചു കൂട്ടി സ്കൂളിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ ഹൈസ്കൂളായത് പിന്നെ ആദ്യം ചേർന്ന കുട്ടി ഞാനാണ്. അപ്പോൾ ഈ ഒരു കൊല്ലം സ്കൂളിൽ പോകാണ്ടിരുന്നതിൻ്റെ പേരൊക്കെ അവർക്ക് അറിയാം. അവരതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. ഏതായാലും പിറ്റേ കൊല്ലം ഞാൻ ആരക്കഴ പോയി സ്കൂളിൽ പോയി ചേർന്നു. അതേപ്പറ്റി ഒരു കവിത എഴുതിയത് ഇവിടെ കണ്ടോ ഇരിപ്പുണ്ട്. സിസ്റ്ററിൻ്റെ അമ്മ കവിതകൾ എഴുതുമായിരുന്നോ? അങ്ങനെ ഓർമ്മയുണ്ടോ? അമ്മ എഴുതുന്ന ഓർമ്മയുണ്ട്. അതായത് ഞങ്ങൾ കല്ലൂർക്കാട്ടേക്ക് എനിക്കൊരു 5-8 വയസ്സ് ഇഷ്ടമുള്ള കല്ലൂർക്കാട്ടേക്ക് എൻ്റെ അപ്പൻ വീടും മൂത്ത ആളുകൾ മാറി താമസിക്കുമല്ലോ, അങ്ങനെ മാറി താമസിച്ചാണ് കല്ലൂർക്കാട്ടേക്ക്. അപ്പോൾ എൻ്റെ മൂത്ത ബ്രദർ അന്ന് അവിടെ അച്ഛന്മാർ നിർത്തുന്ന കർമ്മിത്തക്കാർ നിർത്തുന്ന സ്കൂളിൽ പഠിക്കുകയാണ്. ഞാനവിടെ കോൺവെൻറ്റ് സ്കൂളിലുമായിരുന്നു. അപ്പോൾ കോൺവെൻറ്റ് സ്കൂളിൽ എന്നെ കല്ലൂർക്കാട്ടേക്ക് കൊണ്ടുവന്ന് 3ാം ക്ലാസ്സിൽ ചേർത്തു. മറ്റേ മൂത്ത ആങ്ങളെ കൊണ്ടുവന്നില്ല. അപ്പം എൻ്റെ അമ്മയ്ക്ക് ഈ മകനെ കാണാൻ ആഗ്രഹം. അതായത് എൻ്റെ മകനെ വല്യമ്മയുടെ കൂടെ നിൽക്കാനാണ് ആഗ്രഹം. മെച്ചാമ്മ ഞങ്ങൾ വെച്ചിരുന്ന ഗ്രാൻഡ് മദറിനെ. അപ്പം അങ്ങനെ അവിടെ അച്ഛൻ അവിടെയാണെങ്കിൽ അമ്മയ്ക്ക് പ്രസവിച്ച അമ്മയ്ക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്. അപ്പം അമ്മ എഴുതുമായിരുന്നു. കുറച്ചെങ്കിലും ഇടയ്ക്കൊക്കെ കൊണ്ടുവരും അവധിക്കൊക്കെ. അപ്പോൾ ഈ ആങ്ങളേക്ക് ഈ മെച്ചാമ്മ എന്ന് പറയുന്ന അമ്മയെ കാണാനായിട്ട് ആഗ്രഹം. അപ്പം പുള്ളിന്ന് കവിത എഴുതി. മെച്ചമായാകുന്ന ഒരമ്മയെ കാണുവാൻ ഇച്ഛിക്കുന്ന നേരത്തൻ കണ്ടിരണ്ടും വെള്ളത്തുള്ളികൾ വന്നു നിറയുന്നു കള്ളമല്ലോതുന്നേൻ സത്യമാണ് എന്നും പറഞ്ഞ് എൻ്റെ ആങ്ങള കവിത എഴുതി. അപ്പോൾ അതിന് മറുപടിയായിട്ട് അത് ഈ 4 വരെ ഇപ്പം ഞാൻ ഓർക്കുന്നുള്ളൂ കേട്ടോ. എൻ്റെ അമ്മ അതിന് മറുപടിയായിട്ട് എഴുതി. എന്നെ വാഗ്ദാനം ഒരു വരെ ഓർക്കുള്ളൂ. പറമ്പ് കടന്നപ്പോൾ പറന്നു പോയോ എന്നാണ്, മറന്നു പോയോ എന്നാണ്. അങ്ങനെ എൻ്റെ അമ്മയും മറുപടി അങ്ങനെ എഴുതി. അങ്ങനെയാണ് എൻ്റെ വീട്ടിലെ കവിതയെ പറ്റിയുള്ള എൻ്റെ ആദ്യ അനുഭവം. പിന്നെ എൻ്റെ അമേരിക്കയിലുള്ള എൻ്റെ ബ്രദറും കവിത എഴുതി സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ ആ മെഡിസിന് പോയതുകൊണ്ട് പിന്നെ ആ ലൈനിലേക്ക് പിന്നെ പോകാൻ പറ്റിയില്ല. അതുപോലെ എൻ്റെ പിന്നത്തെ അനിയത്തി ലിസിയ നേഴ്സിംഗ് അടിമാലിലുള്ളത് 6 വർഷം പ്രൊഫഷണലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. പുള്ളി
എഴുതാനുള്ള വാസനയുണ്ട്. കവിത അങ്ങനെ വികസിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പുള്ളി ഞങ്ങളുടെ കുടുംബങ്ങൾക്കൊരു കൈത്തിരി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഇച്ചിരി ലേഖനം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പം നേഴ്സിങ്ങിനായിട്ട് പുള്ളിയുടെ പേരിൽ അങ്ങനെ പോയി. പിന്നെ ഒരനിയത്തി ആഗ്നസ് എന്ന് പറയും, ആഗ്നസാണ് പേര്. അവളെ ആ കല്ലുകാട്ടിന് കല്യാണം കഴിച്ചിരിക്കുന്നു. അവളെ ഇടയ്ക്കിടയ്ക്ക് കവിത എഴുതും ചെയ്യും, ലേഖനം എഴുതിയിട്ടുണ്ട്. കവിത എഴുതി അയച്ചു തരുമൊക്കെ ചെയ്യും ഇടയ്ക്കിടയ്ക്ക്. പിന്നെ എഴുതാൻ ഇപ്പോൾ പതിവായിട്ട് എഴുതാത്തത് ഇവരൊക്കെ ആ ഫീൽഡിൽ മാറിയത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ മാത്രം ഫീൽഡിൽ അതെനിക്ക് അമ്മ മാസം കിട്ടിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനും പക്ഷേ വേറെ വല്ല ജോലിയൊക്കെ ആയി പോയേനെ, വല്ല നേഴ്സിങ്ങോ ഇതിനൊക്കെ പോയേനെ. അപ്പോൾ അമ്മ മാസം ഉണ്ടായിരുന്നു. എനിക്ക് എഴുതാനുള്ള വാസന അറിയാവുന്നതുകൊണ്ടും എൻ്റെ അധികാരികൾ അങ്ങോട്ട് തിരിച്ചു വിട്ടു തന്നെ. പുൽപ്പറമ്പിൽ കുര്യാക്കോസ് മറിയാമ്മ ദമ്പതികളുടെ കുടുംബമാണിത്. ഒരു വൈദികനും 2 സിസ്റ്റേഴ്സുമടക്കം 8 പേർ. ഈശോ സഭാംഗമായ ഇവരുടെ മൂത്ത ജ്യേഷ്ഠൻ ഫാദർ ജോർജിനെ കുറിച്ച് ഇവരുടെ ഓർമ്മകൾ ഇങ്ങനെ. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും മൂത്ത ചേട്ടൻ ഫാദർ PK ജോർജ് SJ മജിരൈ പ്രോവിൻസാണ്, തമിഴ്നാട്ടിലെ. ഈശോ സഭക്കാർ കേരളത്തിൽ ഇന്ത്യയിലെ പല പ്രോവിൻസുകളായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ അതിൽ മധുരൈ പ്രോവിൻസിൻ്റെ കീഴിലുള്ള തൃശ്ശിനാപ്പള്ളിയിലെ സെൻറ്റ് ജോസഫ്സ് കോളേജിലാണ് എൻ്റെ ചേട്ടൻ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം ദൈവവിളി ഉണ്ടായി ഈശോ സഭയിൽ ചേരാൻ. അപ്പോൾ അക്കാലത്തൊക്കെ ആദ്യകാലം മുതൽ തന്നെ പുള്ളി തമിഴിൽ കവിത രചിക്കുമായിരുന്നു ധാരാളം. അത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള നമ്മൾ വൃത്തങ്ങൾ എന്ന് പറയുന്ന ആ രീതിയൊക്കെ അനുസരിച്ച് അവർ വെൺപ എന്ന് പറയും, ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. അതിലൊക്കെ പുള്ളി എഴുതുമായിരുന്നു. അത് ഗദ്യം എഴുതും, പദ്യം എഴുതും. അപ്പോൾ തമിഴിൽ പുള്ളിക്ക് വളരെയേറെ പ്രശസ്തിയായി, തമിഴിൽ നല്ല എഴുത്തുകാരൻ എന്ന രീതിയിൽ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. കല്ലാമൽ അർപ്പുതമായി കന്നിത്തമിഴ് പഠിത്ത നല്ലവളാം അൽഫോൻസാൾ നങ്കയനും ചൊല്ലാർന്ന മാണിക്യമങ്കை മലരടിക്ക് എൻ പടപ്പை കാണിക്കയാക്കിനേൻ കാൺ എന്ന് പറഞ്ഞാൽ അൽഫോൻസാമയും തമിഴ് പഠിച്ചിരുന്നു. അപ്പോൾ തമിഴ് അത്രയും മഹത്തായ ഭാഷയാണ്. അതിന് ലളിതമായി പഠിച്ച് കൈകാര്യം ചെയ്ത അൽഫോൻസാമയ്ക്ക് ഈ പുസ്തകം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന എഴുതി വച്ചിരിക്കുന്നത്. വലിയ കുടുംബത്തിൻ്റെ സ്നേഹവും സന്തോഷവും ഇവർ പങ്കുവെച്ച് ജീവിക്കുമ്പോൾ സിസ്റ്റർ ജമ്മയുടെ സഹോദരി ആഗ്നസ് ഇന്നത്തെ കുടുംബങ്ങളുടെ അവസ്ഥ സ്വന്തം കവിതയിലൂടെ വ്യക്തമാക്കുന്നു. കൈവിട്ടു പോയൊരക്കൂട്ടു കുടുംബത്തിൻ കൂട്ടായ്മ ഇനിമേലിലോമ മാത്രം. ന്യൂക്ലിയർ സംസ്കാരം മർത്യനു നൽകിയ മാറ്റങ്ങൾ എത്ര വിചിത്രമോർത്താൽ. പണ്ടത്തെ മർത്യന് ഭക്ഷണം പിന്നെ പാർപ്പിടം വസ്ത്രവും തൃപ്തിയേകി. ഇന്നത്തെ മർത്യന് സുഖഭോഗ വസ്തുക്കൾ എത്രമേലാകിലും തൃപ്തിയാകാം. കുടുംബാംഗങ്ങളുടെ ഐശ്വര്യവും സ്നേഹവും ദൈവവിളികളുടെ വിളനിലമായി തീരുന്നുവെന്ന സത്യം ഇവരുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ മുതൽ സാഹിത്യ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന തോന്നൽ എനിക്ക് ആദ്യമായിട്ടുണ്ടാക്കി തന്നത് സിസ്റ്റർ ജമ്മ ആണ്. അപ്പോൾ ജമ്മ ചേച്ചി 2 വിധത്തിലാണ് കാര്യം ചെയ്തത്. ഒന്ന്, സ്വന്തം കൃതികളൊക്കെ എന്നെ കാണിക്കുന്നു, എനിക്ക് എൻ്റെ കോപ്പികൾ തരുന്നു, അതെനിക്ക് വലിയ പ്രചോദനമായി. ഇപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴെല്ലാം ചില കവിതകളൊക്കെ എഴുതുമായിരുന്നു, അതെല്ലാം വായിക്കുകയും അതിന് അപ്രീസിയേഷൻ പറയുകയൊക്കെ ചെയ്യും. ആ രീതിയിൽ എന്നെ പ്രോത്സാഹിപ്പിച്ചു. പിന്നീട് ആ പ്രോത്സാഹനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് ലേഖനങ്ങളും ഗ്രന്ഥങ്ങളുമൊക്കെ എഴുതാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിൽ മലയാളത്തിൽ തന്നെ ആദ്യമായിട്ട് ഈ കേരളത്തിലെ ഭരണ രീതികളെ പറ്റി, ഭരണ സംസ്കാരത്തെ പറ്റിയൊക്കെ വിമർശനാത്മകമായ രീതിയിൽ പുസ്തകങ്ങൾ എഴുതാനും അതിൻ്റെ പേരിൽ ധാരാളം മിത്രങ്ങളെയും ശത്രുക്കളെയൊക്കെ സമ്പാദിക്കാനും ഒക്കെ ഇട വന്നിട്ടുണ്ട്. പിന്നീട് മലയാളത്തിൽ വേറെ പല പുസ്തകങ്ങളും എഴുതി. അപ്പോൾ അങ്ങനെ മലയാള ഗ്രന്ഥരചനയിൽ എനിക്കൊരു അങ്ങേയറ്റം പ്രോത്സാഹനം തന്ന ഒരു വ്യക്തിയാണ് സിസ്റ്റർ ജമ്മ. ബാല്യകാലത്താണ് ദൈവവിളി ഉണ്ടാകുന്നത്. അതെ. അപ്പോൾ ബാല്യകാലത്ത് സിസ്റ്റർ എങ്ങനെയാണ് ഒരു ദൈവവിളി? ഞാൻ പൊതുവെ ശാന്തമായിട്ടിരുന്ന് പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അതിൽ വേറെ ഇങ്ങനെ പഠിക്കണം, വീട്ടിലാണെങ്കിൽ പഠിക്കുന്നതാണെങ്കിൽ പോകുമായിരുന്നില്ല. അപ്പം ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് കണ്ടുകെട്ടുണ്ട്. എന്നെ 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന ഒരു സാറ്, തോട്ടുവാരിക്കൽ സാറെന്ന് പറയും, എന്നോട് ഒരു ദിവസം പറഞ്ഞു, തമാശയായിട്ട് പറഞ്ഞാണെന്നുണ്ട്, മോനിക്ക നേരുന്നില്ലാത്ത പേര്, മോനിക്ക കന്യാസ്ത്രീ ആകുമ്പോൾ മോനിക്കൊരു കാശ് രൂപം തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. അത് ഈ മെഡലിന് കാശ് രൂപം എന്ന് പറയും.
അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതെന്താണ് ഈ ദൈവവിളിയെന്നോ പഠിത്തിക്കൊണ്ടെന്നോ അതൊന്നും എനിക്കറിയാമല്ല. കാര്യം എൻ്റെ വലിയ ചേട്ടനെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, കുന്നമാവിൽ വെച്ച് മരിച്ചു. അങ്ങനെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും ആ വിളിക്ക് എനിക്കൊരു പ്രത്യേക കൊച്ചുകുട്ടിയില്ല, എനിക്കൊരു താല്പര്യം തോന്നിയിട്ടില്ല. പിന്നെ അവിടെ തന്നെ 7ാം ക്ലാസ് വരെ മലയാളം ഞാൻ പഠിച്ചു. 7ാം ക്ലാസ്സിൽ പാസ്സായിട്ടാണ് പിന്നെ 5 ക്ലാസ് സെൻറ്റ് റീസാസിൽ പോയി പഠിച്ചത്. അപ്പോൾ അവിടെ 7ാം ക്ലാസ്സിൽ എൻ്റെ കൂട്ടുണ്ടായിരുന്ന സിസ്റ്റർ മോനിക്ക് കന്യാസ്ത്രീ ആകുമെന്ന് പറഞ്ഞു എന്നോട്. അപ്പോഴും ഞാൻ ഈ ദൈവവിളിയെ പറ്റി ഒന്നും അപ്പോഴും ചിന്തിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ പള്ളിയിൽ പോകുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. പൈങ്കുളത്ത് പഠിക്കുമ്പം പള്ളിയുടെ തൊട്ടടുത്ത് എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ വീട് മേക്കുന്നതിൽ അവിടെ എൻ്റെ അമ്മായിയുടെ മകളും ഉണ്ടായിരുന്നു എൻ്റെ ഒരേ ക്ലാസ്സിൽ പഠിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോവുമായിരുന്നു. അത് കഴിഞ്ഞ് ഹൈസ്കൂളിലേക്ക് നാരക്കഴിക്ക് വന്നപ്പോൾ അവിടെ ഞങ്ങളൊരു സംഘം തന്നെയുണ്ട് കാലത്തെ പള്ളിയിൽ പോകാനായിട്ട്. പിന്നെ ഈ സിസ്റ്റർ ഫാവററ്റും എൻ്റെ ഇളയത് മേരി, ബൊരേത്തി, അക്കീന, ഇവർ 4 പേര് ഞാൻ. അപ്പോൾ ഞങ്ങൾ 5 പേരാണ് കാലത്തെ പള്ളിയിൽ പോകാനായിട്ട് ഉണ്ടായിരുന്നു. അല്ല ഒരാൾക്ക് ഇച്ചിരി മടിയുള്ള കൂടുതൽ പുള്ളി എഴുന്നേറ്റ് ജനലൊക്കെ അടിക്കും പള്ളിയിൽ പോകാൻ നേരം വിട്ടാവുന്ന അറിയാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ എത്തിയായിട്ട് പള്ളിയിൽ പോകുന്ന ഒരാളുണ്ടായിരുന്നു. പിന്നെ സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിലാണ് ഞാൻ അധികം പഠിച്ചത്. 1ഉം 2ഉം ക്ലാസ് വാഴക്കുളത്ത് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കല്ലൂക്കാട് വന്നപ്പം പള്ളിവക സ്കൂളാണ്. അപ്പോൾ അവിടെ ഇപ്പം ദൈവവിളിയെ പറ്റി പ്രത്യേകമുള്ള അങ്ങനെ ഒന്നുമില്ല, ആൺകുട്ടികൾ പെൺകുട്ടികൾ പഠിക്കുന്ന ക്ലാസ്. അത് കഴിഞ്ഞ് പൈങ്കുളത്ത് ചെന്നപ്പം SH സിസ്റ്റേഴ്സാണ്. അവരിൽ നല്ല പ്രോത്സാഹനമൊക്കെ ഇല്ല, പിന്നെ നല്ല പഠിക്കുമായിരുന്നുണ്ട്. എനിക്ക് അവർക്കും എൻ്റെ കാര്യമായിരുന്നു. സിസ്റ്ററിൻ്റെ കുടുംബത്തിൽ മറ്റാരെങ്കിലും സന്യാസത്തിലേക്ക് വന്നിട്ടുണ്ടോ? എൻ്റെ മൂത്ത ഞങ്ങളാ ജസ്റ്റിസ് ഫാദറാണ്. ഇപ്പോഴുണ്ട് 86 വയസ്സ്. തമിഴ് മധുര പ്രൊവിൻസിലാണ് ചേർന്നത്. ഇപ്പം അയ്യമ്പാളയത്ത് താമസിക്കുന്നു. എൻ്റെ അനിയത്തി ഒരാളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ സഭയിൽ തന്നെ. സിസ്റ്റർ അപ്പോൾ അടിമാലിയിലുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ്റെ മക്കൾ 3 പേര് ഞങ്ങളുടെ സഭയിൽ ചേർന്നു. 2 പേര് ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഒരാൾ മരിച്ചുപോയി. സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്ത് സഭയിലേക്ക് വരാനായിട്ട് എന്താ കാര്യം? വരാനായിട്ട് ഞാൻ മിഷന് പോകാനുള്ള താല്പര്യത്തിലായിരുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെയുള്ള എൻ്റെ കസിൻ സിസ്റ്റർ ഇങ്ങനെ മടത്തിൽ പോകാനായിട്ടൊക്കെ. അപ്പോൾ ഞങ്ങൾ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം പ്രേക്ഷിതകൾ എന്ന് പറയുന്ന മാസിക ഉണ്ടായിരുന്നു. അതിൽ ഒത്തിരി പല സഭകളിലേക്കുള്ള പരസ്യങ്ങൾ കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് വായിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മിഷൻ എന്നുള്ളൊരു ജരം കയറി എനിക്ക്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ് മിഷന് പോകാം അങ്ങനെ ആലോചിച്ച് തിരിച്ചിരിക്കുമ്പോഴാണ് ഈ സിസ്റ്റർ ഫ്ലവററ്റ് എന്ന് പറയുന്ന സിസ്റ്ററിൻ്റെ അസിസ്റ്റൻ്റ് സിസ്റ്റർ മാതേക്കൽ. അപ്പോൾ സിസ്റ്റർ ഈ ജോൺ അച്ഛനോട് മാതേക്കൽ അച്ഛനോട് പറഞ്ഞു, മോനിക്ക് ഒരു മിഷനിൽ പോകാനിരിക്കുമെന്ന് പറഞ്ഞു. എന്നെ വിളിപ്പിച്ചിട്ട് പണക്കാട്ടച്ഛനും പറഞ്ഞു, ഞങ്ങളുടെ സഭ സ്ഥാപിച്ച അച്ഛനും പറഞ്ഞു, ഈ ജോൺ അച്ഛനും പറഞ്ഞു, മിഷനിലുള്ള ജോലിയൊക്കെ ഇവിടെയുണ്ട്. കുടുംബ പ്രേക്ഷിതത്വം, കുടുംബങ്ങളിൽ പോവുക, രോഗികളെ ശുശ്രൂഷിക്കുക, അതൊക്കെ ഇവിടെയുണ്ട്. അതിന് വേറെ മിഷനിലേക്കൊന്നും ആലോചിക്കണ്ട, പോകണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ്റെ വണ്ടിക്ക് ഞങ്ങൾ 2 കൂടെ കൊണ്ടയാക്കി. ഒരു മെയ് 30-ന്. പിന്നെ ഞങ്ങൾ 2 ദിവസം ഇവിടെ പിന്നെ ഇടയ്ക്ക് വീട്ടിൽ പോയി. പിന്നെ മിഷനെ പറ്റിയുള്ള ചിന്ത ഇവിടെ വന്നപ്പോൾ അസ്പെലൻ്റ് ആയിരിക്കുമ്പോൾ ഒരു തവണ എനിക്ക് മിഷന് കൊണ്ടുള്ള ജലം പിന്നെയും കയറി. അപ്പോൾ ഞാൻ അന്ന് എല്ലാ കൂടെ ഞങ്ങൾ അച്ഛനോട് പറയായിരുന്നു. പെണക്കാട്ടിച്ച് സ്ഥാപിച്ച അച്ഛനാക്കി അപ്പനും അമ്മയും എല്ലാം ആയിട്ട് ഞങ്ങൾക്ക് എല്ലാ അപ്പനും അമ്മയെ പോലെ അപ്പനെ പോലെ ഞങ്ങൾക്ക് എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ആരോഗ്യസ്ഥിതി ഭക്ഷണകാര്യം എല്ലാം അച്ഛൻ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം ഈ സങ്കടം വന്നിട്ട് ഞാൻ പോയി പറഞ്ഞു, എനിക്ക് മിഷന് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞ് മിഷനൊക്കെ ഇവിടെയുണ്ട്, ഈ മിഷനിലേക്ക് വേറെ ഒന്നും ഉണ്ട്, ഇതൊക്കെ മിഷനല്ലേ, അതുകൊണ്ട് മിഷനിലേക്ക് നീ ഒന്നായിരിക്കും, നമുക്ക് ഇവിടെയൊക്കെ ഇതൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അച്ഛനെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ മിഷനെ പറ്റി അധികം ആലോചിച്ചിട്ടില്ല. സഭയിലേക്ക് വന്നതിന് ശേഷം എപ്പോഴാണ് ഈ അമ്മമാസിക ഞാൻ സഭയിൽ വരുമ്പോൾ 1950 തുടങ്ങിയതാണ് അമ്മമാസിക. ഞാൻ 51-ലാണ് സഭയിൽ ചേരുന്നത്. അപ്പം അമ്മമാസിക തുടക്കമുണ്ട്. അപ്പം ആദ്യത്തെ കോപ്പി ഇറങ്ങി 1950 ജനുവരിയിൽ ത്രൈമാസികയായിട്ട് കോപ്പി ഇറങ്ങി. അപ്പം എനിക്ക് ഈ എഴുത്തുകൾ വായിച്ചിട്ടുള്ളതുകൊണ്ട് ഒക്കെ അറിയാമായിരുന്നു. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നാടകമൊക്കെ എഴുതി ഞങ്ങൾ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ സഭയിലുള്ളവർക്കും അറിയാമായിരുന്നു. ഉള്ളതുകൊണ്ട് തന്നെ ആ വഴിക്ക് തിരിച്ചു വിട്ടു അമ്മമാസികയിലേക്ക്. ഫൈനൽ പ്രൊഫഷൻ കഴിഞ്ഞപ്പം തന്നെ അമ്മമാസികയിലേക്ക് തിരിച്ചു വിട്ടു. അമ്മമാസികയിലേക്ക് വന്നപ്പോൾ ഏത് ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തത്? റീഡിങ്. തുടർന്ന് ആ കൂട്ടത്തിൽ കൂടെ എഴുതുകയും തുടങ്ങി. ആർട്ടിക്കിൾസൊക്കെ നേരത്തെ എഴുതിക്കൊണ്ട് തുടങ്ങുമായിരുന്നു. അപ്പം അമ്മമാസികയിൽ ലേഖനങ്ങൾ എഴുതുക മാത്രമല്ല അസിസ്റ്റൻ്റ് എഡിറ്റർ എന്നുള്ളതിലും കൂടി ഞാൻ സഹായിച്ചു പോകുന്നു. പക്ഷേ അപ്പോഴൊന്നും എൻ്റെ പേരെങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം പേര് അരമനയുടെ വകയായിട്ടാണ് അന്നൊക്കെ അമ്മമാസിക അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ സ്ഥാപകനായ അച്ഛൻ മാവുങ്കലച്ഛൻ ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ സഭ കുടുംബ പ്രേക്ഷിതത്തിന് വേണ്ടി നിലകൊള്ളുന്നതായതുകൊണ്ട് അമ്മമാസിക അതിന് വേണ്ടിയുള്ളതായതുകൊണ്ട് അച്ഛൻ അമ്മമാസിക ഞങ്ങൾക്ക് എഴുതി തന്നത് എഴുതി വെച്ചു. അപ്പോൾ അത് തിരുത്തി എടുക്കേണ്ടത് ഒരു ചുമതലയായിട്ട് എനിക്കും തോന്നി. കാരണം അവരും തന്നെ ആവശ്യപ്പെടുന്നുണ്ട്, അവർക്ക് കൊടുക്കുക, അവർ നടത്തിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇതിന് ഞങ്ങൾക്ക് കുടുംബപ്രേക്ഷിതമാണ് താനും. അപ്പോൾ ഞങ്ങൾ തന്നെ അത് നടത്തേണ്ടതാണ് എന്നുള്ള ബോധ്യം എനിക്ക് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അറിവുള്ള എഡിറ്ററൊക്കെ ആയി പരിചയമുള്ള അച്ഛന്മാരുടെ ഒക്കെ ചോദിച്ച് സഹായിക്കൊക്കെ മനസ്സിലാക്കി
അപ്പോൾ അച്ഛൻ ഇപ്പം പറഞ്ഞു തന്നു. അപ്പം അന്ന് ഈ തച്ചിലച്ഛനാണ് അന്ന് സ്ഥിരമായിട്ട്, പിന്നെ മാവുംകുളിശ്ശ വയ്യാണ്ടായപ്പം തച്ചിലച്ഛനെ ഏൽപ്പിച്ച് അച്ഛനാണ് ഡയറക്ടറായിട്ട് ജോലി ചെയ്തിരുന്നത്. ഞാൻ റൂമിൽ പോയി വന്നു കഴിഞ്ഞ് പിന്നെ ഞാനിത് ഏറ്റെടുത്തു. അപ്പോൾ അന്നേരം അച്ഛനങ്ങനെ ഞങ്ങൾ വിട്ടെന്ന് വെച്ചാൽ അച്ഛൻ പിന്നെ മാറിയപ്പോൾ ഞാൻ ഏറ്റെടുത്തപ്പോൾ എനിക്ക് അന്ന് എഡിറ്റോറിയലൊന്നും എഴുതിയ അധികം പരിചയമില്ല, ലേഖനങ്ങൾ എഴുതുമായിരുന്നെങ്കിലും. അപ്പം ഈ സെമിനാരിൽ പഠിപ്പിക്കുന്ന ഫാദർ പോൾ മണവാളൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ അസിസ്റ്റൻ്റ്, ഇങ്ങനെ അച്ഛന് അമ്മ മാസ്റ്റർ എഴുതായിരുന്നില്ല, അസിസ്റ്റൻ്റ് കൺസൾട്ടിങ് എഡിറ്ററായിട്ട് അച്ഛനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അച്ഛൻ്റെ സഹായം പറഞ്ഞ് അച്ഛൻ സഹായിച്ചു. അപ്പം ആദ്യം എഴുതിയ എഡിറ്റോറിയലൊക്കെ ഞാൻ അച്ഛനെ കൂടെ കാണിച്ചു കൊടുത്ത് പിന്നെ അച്ഛനെ കാണിച്ചു കൊടുക്കുമെന്ന് വേണ്ട, അതിൻ്റെ തന്നെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഏറ്റെടുത്ത് മുതൽ എഡിറ്റോറിയൽ ഞാൻ തന്നെ എഴുതാൻ തുടങ്ങി. കുടുംബമെന്ന അടിസ്ഥാന സഭയെ കെട്ടിപ്പടുക്കാൻ അമ്മമാരെ സഹായിച്ച അമ്മ മാസിക. ഈ മാസികയുടെ മുൻ എഡിറ്റർ കൂടിയായ സിസ്റ്റർ ജമ്മയുടെ സേവനം ഈ മാസികയെ ബഹുദൂരം മുന്നോട്ടു പോകാൻ സഹായിച്ചു. വ്യത്യസ്തവും തീക്ഷ്ണവുമായ ഒരു ശൈലിയിലൂടെ സ്ത്രീ സമൂഹത്തിന് ദിവ്യമായ ഒരു ഉൾക്കാഴ്ച നൽകാൻ ആ നാളുകളിൽ സിസ്റ്ററിന് സാധിച്ചു. കുടുംബത്തിൻ്റെ പവിത്രതയും ആദരണീയതയും നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബസ്നേഹിതയുടെ ആഴമായ ബോധ്യങ്ങൾ അമ്മ മാസികയുടെ താളുകളിലൂടെ പ്രതിധ്വനിച്ചപ്പോൾ ഗാർഹിക സഭയ്ക്ക് ഇതൊരനുഗ്രഹമായി. ദൈവം നൽകിയ സർഗാത്മക വാസനകളെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി വിനിയോഗിക്കുമ്പോഴാണ് ദൈവവിളികൾ ശോഭനമാകുന്നത്. thank you